ഹായ് വ്യൂവേഴ്സ്, ഞാൻ ബൃന്ദ. ഈ വീഡിയോയിൽ ഏഴര ശനിയും കണ്ടകശനിയും അതിനുള്ള 10 റെമഡീസുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശനി ഒരു രാശിയിൽ 2.5 വർഷം വീതം സഞ്ചരിക്കും. അതിൽ ജനിച്ച രാശിയിലും 12ാം രാശിയിലും 2ാം രാശിയിലും 2.5 വർഷം വീതം സഞ്ചരിക്കുന്ന സമയത്തെ ഏഴര ശനി സമയമെന്ന് പറയും. ഏഴര ശനിയുടെ സമയത്തെ വരവിൽ കൂടുതൽ ചിലവ്, അസുഖങ്ങൾ, വീഴ്ച, ഓപ്പറേഷൻ, മനോവേദന, തൊഴിൽ വിട്ടുനിൽക്കുക ഇവയെല്ലാം സംഭവിക്കും. ഇതിൽ ജനിച്ച രാശിയിൽ ശനി സഞ്ചരിക്കുമ്പോൾ ജന്മശനിയും കണ്ടകശനിയും ഒന്നായിട്ട് വരും. ആ കാലം വളരെ കഷ്ടമനുഭവിക്കേണ്ടതായി വരും. 4, 7, 10 ഇതിൽ ശനി സഞ്ചരിക്കുമ്പോൾ കണ്ടകശനി എന്ന് പറയും. 4-ൽ ശനി സഞ്ചരിക്കുമ്പോൾ കുടുംബത്തിൽ ഉള്ള പ്രശ്നങ്ങൾ, ധനനഷ്ടം, തോൽവി, മനസ്സിന് സന്തോഷമില്ലായ്മ, അമ്മയ്ക്ക് അസുഖം വരിക, ബിസിനസ് നഷ്ടം വരിക ഇവയെല്ലാം സംഭവിക്കും. 7ാം രാശിയിൽ ശനി സഞ്ചരിക്കുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ പിരിഞ്ഞ് താമസിക്കുക, ബന്ധുക്കൾ വിരോധികളാവുക, യാത്രയിൽ ബുദ്ധിമുട്ട്, മാനഹാനി ഇവയെല്ലാം സംഭവിക്കും. 10ൽ ശനി സഞ്ചരിക്കുമ്പോൾ ജോലിക്ക് തടസ്സം, അലസത ഇവയും സംഭവിക്കും. ഇനി ഇതിനുള്ള പ്രതിവിധിയാണ് പറയുന്നത്. ശിവന് വിളക്കും മാലയും ചാർത്തുക, ശനിയാഴ്ച ഉപവസിക്കുക, ഇന്ദ്രനീല രത്നം ധരിക്കുക, ഇരുമ്പിൻ്റെ മോതിരം കയ്യിൽ ധരിക്കുക, ശാസ്താവിന് നെയ്വിളക്ക് കത്തിക്കുക, നീരാഞ്ജനം, എള്ളുതിരി ഇവയിലേതെങ്കിലും ശനിയാഴ്ച ശാസ്താവിൻ്റെ അമ്പലത്തിൽ നടത്തുക, ശനീശ്വര യന്ത്രം ധരിക്കുക, കറുപ്പ് അല്ലെങ്കിൽ നീലപ്പട്ട് ശാസ്താവിന് സമർപ്പിക്കുക, ശനീശ്വര മന്ത്രങ്ങൾ ദിവസവും ജപിക്കുക, ശനിയാഴ്ച 7 തവണ ഹനുമാൻ ചാലീസ ചൊല്ലുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ശനിദോഷവും തീർന്ന് നിങ്ങൾക്ക് സന്തോഷവും സുഖപ്രദവുമായ ഒരു ജീവിതം കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.